സുഹൃത്തുക്കളെ, വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ് എത്തിക്കഴിഞ്ഞു. ജൂൺ 12 മുതൽ ആരംഭിക്കുകയാണ്. ഞാൻ എന്നും പറയാറുണ്ട്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീം ബ്രസീലാണ്. അത് പെലെയോടുള്ള ആരാധന കൊണ്ട് പണ്ടേ തുടങ്ങിയതാണ്. ഏറ്റവും സത്യസന്ധനായ ഒരു കിങ് ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്ന പെലെ, ആരെയും ഫൗൾ ചെയ്യാതെ ഏറ്റവും കൂടുതൽ ഫൗളുകൾ ഏറ്റുവാങ്ങിയ ആളെന്ന് പറയേണ്ടി വരും. അതിഗംഭീരമായ ഗോളുകളും അത്രയും ഊർജം ആ രാജ്യത്തിന് കൊടുത്ത കിങ് ഓഫ് ഫുട്ബോൾ, ആ പേര് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ എപ്പോഴും ഈ അർജൻറ്റീനയും ബ്രസീലും തമ്മിലുള്ള ലാറ്റിൻ അമേരിക്കൻ ശക്തികൾ എന്നുള്ള രീതിയിൽ ചർച്ച വരുമ്പോൾ ഞാൻ എപ്പോഴും അർജൻറ്റീനയുടെ ആരാധകരോട് പോലും തർക്കിച്ചിട്ടുണ്ട്. കൈ കൊണ്ടുള്ളൊരു കളി, ആ ദൈവത്തിൻ്റെ കൈ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതൊരു ഗോളി ഓടി വന്നു, ആ സമയത്ത് അവസാന സമയത്ത് മറ്റേ പെനാൽറ്റി ബോക്സിൽ കയറി അങ്ങനെ ടീനേൻ്റെ കൂടെ കൈ കൊണ്ട് തട്ടി എന്ന് പറഞ്ഞാൽ ഗോളിക്ക് ഒരു ന്യായീകരണമുണ്ട്, കയ്യെ പൊന്തുള്ളൂ എന്നുള്ളത്. പക്ഷെ കാൽപന്ത് കളിയുടെ ഒരു നിയമം വെച്ച് നോക്കുമ്പോൾ കൈകൊണ്ട് തട്ടി ഗോളാക്കി ഇംഗ്ലണ്ടിനെ ആ വേൾഡ് കപ്പിൽ ക്വാർട്ടറിൽ നിന്ന് ഔട്ടാക്കിയിട്ട് പിന്നീട് 6-7 പേരെ കട്ട് ചെയ്ത് അതിഗംഭീരമായിട്ടുള്ള വേൾഡ് ക്ലാസിക് ഗോൾ എന്ന് പറയുന്നത് മരണോണം ചെയ്തു. പക്ഷെ ആ കൈ കൊണ്ട് തട്ടിയിട്ട് പിന്നീട് അത് ദൈവത്തിൻ്റെ കൈയാണെന്നൊക്കെ പറയുമ്പോൾ അത് ചെകുത്താൻ്റെ കൈ തന്നെയാണ്. ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്ന ഫുട്ബോൾ നിയമങ്ങളുടെ എല്ലാ മൊറായിലും തകർത്തുകൊണ്ടല്ലേ അത് സംഭവിച്ചത്. അപ്പോൾ ആ രീതിയിൽ അതുകൊണ്ടാണ് എനിക്ക് അർജൻറ്റീന എത്ര ഗംഭീരമായ ടീമായാലും കഴിഞ്ഞ വേൾഡ് കപ്പ് എടുത്തെങ്കിലും എൻ്റെ ഉള്ളിൽ ബ്രസീലിന് അപ്പുറത്തേക്കൊരു മാർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ബ്രസീലിൽ ഇപ്പോഴത്തെ ടീം ആൻസലോട്ടിയാണ്, കാർലോസ് ആൻസലോട്ടി. അപ്പം ആൻസലോട്ടി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കോച്ചാണ്. അറ്റാക്കിംഗ് ഫുട്ബോൾ എന്ന് പറയുന്നത് യൂറോപ്യൻ ഫുട്ബോളിൻ്റെ സൗന്ദര്യവും ഒക്കെ അതിഗംഭീരമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ആൻസലോട്ടി. അപ്പോൾ ആൻസലോട്ടിയുടെ കോച്ചിങ്ങിൽ ബ്രസീൽ മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയുണ്ട്. മധ്യനിര ലോക ക്ലാസിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ കളികളിലും ഗംഭീരമായിട്ട് ഓർമ്മയിൽ വരുന്നത് മധ്യനിര വാണകളികൾ. മധ്യനിരയിൽ ഏറ്റവും ശക്തരായിട്ട് കരുത്തരായിട്ടുള്ള ആളുകൾ അവർ ക്യാപ്റ്റൻസി അവർ അതിൻ്റെ കമാൻഡർഷിപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ലീഡർഷിപ്പ് എടുക്കുന്ന സമയങ്ങളിൽ വന്ന എല്ലാ കളികളും അതിഗംഭീരമാണ്. കാരണം മധ്യനിരയിൽ ഞാൻ ആലോചിക്കും, ഒരിക്കലും യൂറോ കപ്പിൻ്റെ ഒരു പോരാട്ടത്തിൽ നമ്മുടെ ഹോളണ്ടും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലൊരു കളി വന്നു. അത് ഭീകരമാണ്. പവൽ നെഡ്വേഡ് എന്ന് പറയുന്നൊരു മധ്യനിരയിൽ അതിശക്തനായിട്ടുള്ളൊരു പോരാളി ഈ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ, അയാൾ 3-2 ഈ ചെക്ക് റിപ്പബ്ലിക്കിനെ ജയിക്കുമ്പോൾ കോളർ എന്ന് പറയുന്ന ഫോർവേഡൊക്കെ ഇവിടെ ആ ഒരു കളി അവസാന വീര്യം വരെ ഞാൻ മനസ്സിലാക്കിയത് മിഡിൽ എന്ന് പറഞ്ഞ നടുക്കഷ്ണമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഈ പറഞ്ഞ തലയും കാലും കഴിഞ്ഞാൽ നടുഭാഗമാണ്. ആ നടുഭാഗത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് മൊത്തത്തിൽ കാലിനെയും തലേനെയും ബാലൻസ് ചെയ്യിക്കുന്നതാണ്. അബ്ഡമൻ അടക്കം ഇരിക്കുന്ന നമ്മുടെ ചെസ്റ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നതാണത്. ആ നടുഭാഗം അതിശക്തമായിരുന്നു എന്നുള്ളതാണ് അന്ന് പവേൽ നെഡ്വേഡ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മധ്യനിരക്കാരനാണ്. അതുപോലെ വാൾഡറാമ, റൊണാൾഡീഞ്ഞോ, അങ്ങനെ കാക്ക, അങ്ങനെ വലിയൊരു നിരയുണ്ട്. ഒരുപാട് രാഷ്ട്രങ്ങളിലുണ്ട് അത്. അപ്പോൾ ആ മധ്യനിര ഇനിയസ്റ്റ പോലെയുള്ള, സാവി പോലെയുള്ള, സ്പെയിൻ കപ്പെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. സ്പെയിൻ അന്ന് ഹോളണ്ടിനെ തോൽപ്പിച്ചിട്ട് കപ്പെടുക്കുമ്പോൾ ഈ മധ്യനിരയാണ് ഭയങ്കര ശക്തമായിരുന്നത്. അപ്പോൾ ബ്രസീലിൻ്റെ മധ്യനിര മോശമല്ല, കശ്മീർ അടക്കുന്ന ആൾക്കാരുണ്ട്. മധ്യനിരയിൽ കളി എത്ര മാത്രം നമ്മൾ മെനയുന്നു, എത്രയും സസ്റ്റെയിൻ ചെയ്ത് കളിക്കുന്നുവോ അപ്പോൾ ബാക്കിയുള്ള ടീമുകളുടെ താളം തെറ്റിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ മധ്യനിര വർക്ക് ചെയ്യുമ്പോൾ, ബ്രസീലിൻ്റെയാണ് ഞാൻ പ്രത്യേകിച്ച് ഊന്നി പറയുന്നത്, അറ്റാക്കിംഗ് ടീമിന് ഒരു പ്രത്യേക രീതിയിൽ സ്പേസ് കണ്ടെത്താൻ പറ്റും, ബാക്കിലുള്ളവരും ബാലൻസ്ഡ് ആവും, മൊത്തത്തിൽ കളിയുടെ ഒരു താളം അങ്ങ് മാറും. അപ്പോൾ ആ താളം കൺട്രോളിലാക്കുക എന്ന് പറയുന്നത് സാമ്പാ താളമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരുകളൊക്കെ കൊടുക്കാം. പക്ഷെ മിഡിൽ കളി വീക്കാണെങ്കിൽ പിന്നെ ബാക്കി തലയും കാലിനും ഭയങ്കര സ്ട്രെയിൻ കൂടും, ഗോളിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. നേരെ മറിച്ച് ഗോളി ഒന്ന് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ടീം മധ്യനിരയിൽ ഭയങ്കര ശ്രദ്ധിച്ച് പാസുകൾ കൊടുത്ത് കളിക്കുന്നു. ദെൻ അപ്പുറത്തെ ഗ്യാപ്പ് നോക്കിയിട്ട് മറ്റവരുടെ ഡിഫൻസിൻ്റെ താളം തെറ്റി നിൽക്കുന്ന സമയങ്ങളിൽ അവർക്ക് നമ്മൾ സപ്ലൈ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് ഏത് ടീം ചെയ്യുന്നുവോ
അതുപോലെ തന്നെ ഏറ്റവും കുറവ് ഗോൾ വഴങ്ങുന്ന ടീം ഏതാണോ അങ്ങനെയാണ് ആൻസലോട്ടി പറഞ്ഞത്. കുറവ് ഗോൾ വഴങ്ങുന്ന ടീമിന് ഒരു പക്ഷേ വിജയസാധ്യത ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മൾ 10 ഗോൾ അങ്ങോട്ട് അടിച്ചു, 8 ഗോൾ ഇങ്ങോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഫൻസൊക്കെ പൊളിഞ്ഞു നടത്തും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതാണ്. 2002 ശേഷം വേൾഡ് കപ്പ് മുത്തമിടാൻ പറ്റാത്ത രാഷ്ട്രമാണ്, എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രമാണ്. ഒരുപാട് ലോകോത്തര പ്രതിഭകളെ ഉൽപ്പാദിപ്പിച്ച, ഒരുപക്ഷെ യൂറോപ്യൻ ഫുട്ബോളിലും മറ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ കളിക്കാരെ വാങ്ങിയിട്ട് കളിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ബാർഗൈനിങ് പവറുള്ള കളിക്കാരെന്ന് പറഞ്ഞാൽ ബ്രസീലിൻ്റെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രസീൽ വിൻ ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചാക്കോ ഡി അന്തിക്കാട് ഈ ഒരൊറ്റ പോയിന്റിൽ തന്നെ ഊന്നി പറയാണ്, ബ്രസീൽ തോറ്റാലും ജയിച്ചാലും മരണം വരെ ഞാൻ ബ്രസീലിൻ്റെ ഫാനാണെന്നോ അല്ലെങ്കിൽ നിരീക്ഷകനെന്നോ ഒരു കുടുംബ സുഹൃത്ത് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ആ കളി ഒന്ന് അവർ പിന്നെ ഈ ബ്രസീലിൻ്റെ ഈ ഡിഫൻസിൽ അതിശക്തരാണ്. ഈ പറഞ്ഞ റോബർട്ടോ കാർലോസ് മുതൽ കഫു, ദുങ്കെ, അതിഗംഭീര. ഇപ്പോഴും ഡിഫൻസ് മോശമൊന്നുമല്ല, ഡിഫൻസൊക്കെ മോശം, ഒന്നുകൂടി ശ്രദ്ധിക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈജിപ്തായിട്ടുള്ള കളി നമ്മൾ കഴിഞ്ഞ കളികളിലും ജപ്പാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഡിഫൻസിൽ ചെറിയൊരു പിഴവ് വരുന്നുണ്ട്, ചെറിയ ഈ പറഞ്ഞ ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്. ഫ്രസ്ട്രേഷൻ വന്ന കാര്യങ്ങൾ പോക്കാം, അതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ കളീനെ നന്നായിട്ട് അനലൈസ് ചെയ്യാം. 100% ഡെഡി. പിന്നെ ലാസ്റ്റ് ടൈമിൽ ഒരു പാസ് കൊണ്ട് ചിലപ്പോൾ ഒരു ഗോളാക്കാവുന്ന സാധനം സെൽഫിഷായിട്ട് അടിച്ച് കളയുന്ന രീതിയുണ്ട്. നമ്മൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ അടിക്കാതിരിക്കുക എന്നുള്ളതാണ്. കോൺഫിഡൻ്റ് അല്ലെങ്കിൽ അടിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് പാസ് കൊടുക്കാം, നമുക്ക് ഷുവർ ക്ലാരിറ്റി വരുന്നൊരു വിഷനുണ്ട്. അതൊരു ഒരു 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 എല്ലാ ടീമിനും ഉള്ളതാണ്. ആ ക്ലാരിറ്റി വരുന്നതോട് കൂടിയിട്ട് നമ്മൾ അറ്റാക്കിങ് ഗെയിമിൽ ഫിനിഷിങ്ങിലേക്ക് തൊടുത്ത് വിടുമ്പോൾ ഉണ്ടാകുന്നൊരു ഫിനിഷിംഗ് ഉണ്ട്, പോസ്റ്റിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നെ നേരിട്ട് ഗോളിക്ക് അടിച്ചു കൊടുക്കുന്നതിൽ നിന്ന് യാതൊരു മീനിങ്ങും ഇല്ലല്ലോ. എങ്ങനെയെങ്കിലും വിങ്സിലേക്ക് കയറിയിട്ട് എങ്ങനെ അത് ചിപ്പ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ എങ്ങനെ അത് പ്ലേസ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ് പഠിക്കേണ്ടത്. അത് വെറുതെ ഒരു അങ്ങനെ വരുന്ന ഗോളിക്ക് ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ബനാന കിക്കുകൾ, അതെല്ലാം സെറ്റ് പീസുകളിലൊക്കെ ബ്രസീൽ മോശമൊന്നുമല്ല. എങ്ങനെ കോർണർ ഗോളാക്കാം, ഫ്രീ കിക്ക് ഗോളാക്കാം എന്നുള്ളതൊക്കെ തെളിയിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ബ്രസീലിൻ്റെ 6ാം വേൾഡ് കപ്പ് ഉയർത്തുന്നത് പ്രതീക്ഷിക്കുന്നു. പക്ഷെ നല്ല കടമ്പകളുണ്ട്. മൊറോക്കോ പോലുള്ള ടീമിനെ തന്നെ മുന്നോട്ട് വരുമ്പോൾ കാണാം, ആ ഫൈറ്റ് കണ്ടാൽ മനസ്സിലാവും ബ്രസീൽ എത്രമാത്രം സെറ്റാണ്, എത്ര ആമഡാണ്, എത്ര അഗ്രസീവാണ്. മൊറോക്കോയുടെ കളി വിജയിക്കുകയും റൗണ്ട് 32 ജപ്പാനെ അതിജീവിക്കുന്ന രീതിയിൽ, ജപ്പാൻ സൗഹൃദ മത്സരത്തിൽ തോൽപ്പിച്ചതാണ്, ഒരു കാര്യമില്ലാണ്ട് തോറ്റു കൊടുത്തത്. പക്ഷേ വീണ്ടും അവരും ബ്രസീലിനെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ കളികൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാൻസിൽ നിന്ന് അത്ര പേടിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയും പോർച്ചുഗലും സ്പെയിനൊക്കെയാണ് കുറച്ചും കൂടി അപകടകാരികളായിട്ടുള്ള ടീം. ഹോളണ്ട് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കയറി വരുന്നൊരു ഗംഭീര ടീമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇംഗ്ലണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും ബ്രസീലിന് മുമ്പിൽ നിസ്സാരമല്ല. എങ്കിലും 6ാം തവണ അൻസലോട്ടിയുടെ നേതൃത്വത്തിൽ ബ്രസീൽ കപ്പെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. ഞാൻ ചിറ്റൂർ ഇവിടുത്തെ കിളിക്കൂട് എന്ന് പറയുന്ന പാർക്കിലിരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ജസ്റ്റ് ഇവിടെ ജിമ്മുണ്ട് കിളിക്കൂട്. അപ്പോൾ ആ ജിമ്മിലേക്ക് വന്ന് ഞാനും തീയും കൂടി ഇങ്ങനെ നടക്കാൻ വന്നപ്പോൾ ജിമ്മിലേക്ക് കയറി അങ്ങനെ എടുത്തതാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും വേൾഡ് കപ്പ് നിന്നാർ വാഴട്ടെ എന്നുള്ളതാണ്. ഫിഫ നെവർ ഡൈസ്, ഫിഫ ഫുട്ബോൾ ആൻഡ് നെവർ ഡൈസ് ഫുട്ബോൾ ഫാൻസ്. സത്യസന്ധമായ ഫുട്ബോൾ കളിക്കുക. പിന്നിൽ നിന്ന് ചവിട്ടി നെയ്മർ പോലെയുള്ള ഒരാളെ, നെയ്മർ ഈ ബ്രസീൽ ടീമിലുള്ളത് ഒരു മോട്ടിവേഷനാണ്, കളിച്ചില്ലെങ്കിലും ഒരു എനർജിയാണ്. അപ്പോൾ അത് അത്രമാത്രം പരിക്കേറ്റൊരു മനുഷ്യനാണ്. അപ്പം മുറിവേറ്റ സിംഹം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും നെയ്മർ നോക്കൗട്ട് റൗണ്ടിലെങ്കിലും കളിക്കും, കുറച്ച് സമയം കളിക്കും. പക്ഷെ ആൾ വെറുതെ ഇരിക്കുന്നത് തന്നെ ടീമിന് ഭയങ്കര പ്രചോദനമാണെന്നുള്ളതാണ്. അപ്പോൾ ആ സൈക്കോളജിക്കൽ ഫാക്ടർ മനസ്സിലാക്കിയിട്ടാണ് ആൻസലോട്ടി നെയ്മറെ കൊണ്ടുപോയിട്ടുള്ളത്. തീർച്ചയായിട്ടും നെയ്മറുടെ പ്രസൻസ്, നെയ്മറുടെ ഡിസ്കഷൻ, നെയ്മറുടെ അഡ്വൈസ്, നെയ്മറുടെ വളരെ സൂക്ഷ്മമായിട്ടുള്ള അവലോകനങ്ങളും ആൻസലോട്ടിക്കും ഗുണം ചെയ്യും. ഒരു അസിസ്റ്റന്റ് കോച്ചിൻ്റെ ഗുണം ചിലപ്പോൾ നെയ്മർ പോലും ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രസീലിനെ നമുക്ക് 6ാം കിരീടത്തിലേക്ക് നയിക്കുന്നതിലേക്ക് പെലെയുടെ ബ്രസീൽ, റൊണാൾഡോയുടെ, റൊമാരിയോയുടെ, അങ്ങനെ വരുന്നൊരു ഒരു ഗംഭീരമാരായ പ്രതിഭകളുടെ ബ്രസീൽ എന്നുള്ള പറയുന്നത് കൈകൊണ്ട്, ദൈവത്തിൻ്റെ കൈകൊണ്ട് കളിച്ച് വേൾഡ് കപ്പ് വിൻ ചെയ്ത മറഡോണയുടെ നെഗറ്റീവ് ആ ഒരു ഇരുണ്ട ഒരു ചാപ്റ്റർ അവിടെ കിടക്കും.
എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. I love Brazil very much because I love Pele very much. That's all.